ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കൈപ്പക്കയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കൈപ്പക്ക നിങ്ങൾക്കെല്ലാം അറിയുന്ന സാധനം തന്നെയാണ് അല്ലേ? കേരളത്തിലെ പല ജില്ലകളിൽ ഇതിന് പല പേരും പറയുന്നുണ്ട്. ഒരാൾ പാവയ്ക്ക എന്ന് പറയൂ. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാട്ടമാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് ഒരു 2 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയാണ്, അതും ഒരു 2 സ്പൂണ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒരു 3 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്ന ശേഷം ഇങ്ങനെ ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു തള വന്നാൽ മതിയാവും, ഇത് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അതിനു വേണ്ടി ഈ കണ്ണുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ എല്ലാം ഏകദേശം വെള്ളം ആറിക്കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉണക്കിയെടുക്കണം. മിനിമം 2-3 ദിവസം ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഷീറ്റ് ഇതുപോലെ റെഡിയാക്കിയിട്ട് ആ ഷീറ്റിൽ ഇട്ട് കൊടുത്തു. അതിന് എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്ത് 3-4 ദിവസം വരെ വെച്ച് ഉണക്കിയെടുക്കാം. വേനൽക്കാലത്ത് ഇതുപോലെ ആക്കി ഉണക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് കറി വയ്ക്കാനും പറ്റും. അതുപോലെ ഫ്രൈ ആക്കിയിട്ടും കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.